കൊട്ടിക്കലാശത്തിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി സിക്കന്ദർ ഹയാത്തിന് നേരെ ആക്രമണം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊട്ടിക്കലാശത്തിൽ നടന്ന കലാശ പ്രവർത്തനങ്ങളുടെ ഇടയിൽ മുൻ കോൺഗ്രസ് അംഗവും മുൻ കൌൺസിലറുമായ സിക്കന്ദർ ഹയാത്തിനെ അജ്ഞാതർ ആക്രമിക്കുകയായിരുന്നു. ദേഹോപദ്രവം ഏൽപ്പിക്കപ്പെട്ട സിക്കന്ദർ ഹയാത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന് റിബലായി ശാന്തിഗ്രാമിൽ നിന്ന് മത്സരിക്കുന്ന സിക്കന്ദർ ഹയാത്തിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് ലഭ്യമായ പ്രാഥമിക വിവരം. സംഭവത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശാന്തിഗ്രാം വാർഡിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. 20 വർഷമായി ശാന്തിഗ്രാം വാർഡിൽ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വട്ടം ആളുകൾക്കിടയിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ കണ്ട കാലം വരെ ഏത് രാഷ്ട്രീയ പാർട്ടി ഇലക്ഷന് നേരിടുകയാണെങ്കിലും വളരെ സൗഹാർദ്ദത്തോടു കൂടിയാണ് ഇലക്ഷൻ നടന്നു പോകാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം എന്തോ വളരെ വളരെ മോശമായ രീതിയിലുള്ള പല പരാമർശങ്ങളുണ്ടായി. അതുപോലെ തന്നെ ഈ അവസാന ദിവസം വെച്ച്, കാരണം സാധാരണ അറിയാലോ, ശാന്തിഗ്രാം വാർഡിൽ കലാശക്കൂട്ട് എന്നുള്ള പരിപാടിയൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ നമ്മളെ വാർഡിലേക്ക് പുതിയ ചില പ്രദേശങ്ങൾ കൂടി ചേർന്നതുകൊണ്ട് നമ്മളൊരു കലാശക്കൂട്ട് വാർഡിൽ നടത്താൻ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് മുള്ളമ്പാറ ജംഗ്ഷനിലേക്ക്, അവിടെ എല്ലാ പാർട്ടിക്കാരുടെയും പരിപാടി നടക്കുന്നതിടയിലേക്ക് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വാഹനം അവിടെ എത്തുകയും പിന്നെ അതുപോലെ തന്നെ ബാൻഡ് മേളങ്ങളും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു പറ്റം ആളുകൾ വന്നിട്ട് ആ വണ്ടി അവിടുന്ന് പിന്നെ തിരിച്ചു വിടാൻ ശ്രമിക്കുകയും, അത് സ്വാഭാവികമായിട്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ ഏർപ്പാടാക്കിയ ഒരു വാഹനത്തിന്റെ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എന്നെ കയ്യേറ്റം ചെയ്യുന്നതിന് തുല്യമാണ്. അത് ചോദ്യം ചെയ്യാൻ ചെന്ന എന്നെ വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളും അസഭ്യം പറയുകയും ചെയ്ത്, ആദ്യം ആരോ അറിയില്ല ആൾക്കൂട്ടത്തിനിടയിൽ പുറത്ത് ഒരു ചവിട്ടുകയും, സ്വാഭാവികമായിട്ട് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒന്ന് ബോധം പോകേണ്ട ഒരു സ്ഥിതി വന്നു. ഇവിടുന്ന് ആരൊക്കെ ഒന്ന് വാങ്ങി പിടിച്ചു പൊന്തിക്കുന്ന സമയത്ത് അടുത്തടി കിട്ടിയത് മുഖത്താണ്. മുഖത്തടി കിട്ടുമ്പോൾ ഇവിടൊക്കെ കാണാൻ മുഖത്ത് തല ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് ഉള്ളത്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും ശാന്തിഗ്രാമിന് ശീലമല്ല എന്നുള്ളത് മാത്രമേ എനിക്ക് ഇത്തരക്കാരോട് പറയാനുള്ളൂ. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ.